സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മോളെ മര്യാദയ്ക്ക് നോക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ നീ അവളെ ഇവിടെ നിർത്തിയിട്ട് വെക്കോ. എനിക്കറിയാം എന്റെ മോളെ നോക്കാൻ. അമ്മ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ദാ ഈ മധുരം ഒന്ന് എടുത്ത് കഴിച്ചോ. അനന്തം മാഷ് അപ്പൂപ്പനാവാൻ പോവാ. മഴവില്ലിനേഴു നിറമുള്ള കതിർമണ്ഡപത്തിലണയോ നീ, ചിരിയോ തെളിഞ്ഞു തളിരായി പലവർണ്ണമുള്ള പൂവായി, നിലവായി നിന്ന മകളെ നിറയുന്നു ജീവനിൽ, മറയാത്ത നിന്റെ മൊഴികൾ ഇനിയെന്നും നിന്നിൽ നിറയേണം. രഘു രാത്രിയിലത്തെ ആഹാരം പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞ് പോയിരിക്കുക. അവന്റെ ഒരു സന്തോഷമല്ലെന്ന് കരുതി ഞാനും സമ്മതിച്ചു. രഘുവേട്ടൻ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നോൺ വെജ് ആയിരിക്കും. സൂപ്പർ. അയ്യടാ, പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ രഘുവേട്ടന്റെ ഒരു കാര്യം, ബാധ്യതകൾ കൂടുന്തോറും ധൂർത്തിന് ഒരു കുറവുമില്ല. ഈ സമയത്ത് പോയി ഫുഡ് വാങ്ങിച്ചാ വീട്ടിലുണ്ടാക്കി വെച്ചതൊക്കെ വെറുതെ വേസ്റ്റ് ആവില്ലേ? ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ ചേച്ചി. ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ ടെൻഷനിലായിരുന്നു. എങ്കിൽ നിങ്ങൾക്ക് മാത്രം വാങ്ങിച്ചാ മതിയായിരുന്നില്ലേ? ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സാരമില്ല മോളെ. ഇന്നൊരു ദിവസം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് കഴിച്ച് ഇവിടെ തന്നെ കൂടാം. ഇന്നിനി രഘു നീയും തിരിച്ചു പോകണ്ട. അയ്യോ അച്ഛ, ഇവിടെ താമസിക്കാൻ മാത്രം അച്ഛൻ പറയരുത്. ഞാൻ നിക്കില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു വീടുള്ളപ്പോ വെറുതെ എന്തിനാ ഇവിടെ താമസിച്ച് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവുന്നേ? വേണമെങ്കിൽ രഘുവേട്ടൻ കൊണ്ടുവരുന്ന ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കാം. മോളെ അമ്പിളി, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ അമ്മയെ ഓർത്തിട്ട് കൂടിയാ. ലക്ഷ്മി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മളെക്കാളും ഒക്കെ ഏറെ സന്തോഷിക്കുക അവളായിരിക്കും. ആ ആത്മാവ് ചിലപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവും ഇന്ന് നീ ഇവിടെ നിൽക്കണമെന്ന്. അച്ഛൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിൽക്കുന്നതും നിൽക്കാത്തതും ഒക്കെ മോളുടെ ഇഷ്ടം. പിന്നെ ദയയോടുള്ള അകൽച്ചയും ഇനി വേണ്ട മോളെ. പ്രസവിക്കാതെ തന്നെ അനിയത്തിമാർക്ക് അമ്മയായവളാണ് നീ. അപ്പോ ദയൻ നിന്റെ മകളാണ്, അത് മറക്കണ്ട. നനച്ചു വളർത്തിയ മുട്ടിനെ പെട്ടെന്നിറുത്തു നൽകുന്ന വേദനയ്ക്കാരോ വിളിച്ച മറുപേരാണിതു കന്യാദാനം. വേദനയോടെ വിതുമ്പുമ്പോഴും ചിരിച്ചേകണം കൈ വിറയ്ക്കാതെ. വേദനയോടെ വിതുമ്പുമ്പോഴും ചിരിച്ചേകണം കൈ വിറയ്ക്കാതെ. വേദനയ്ക്കാരോ വിളിച്ച മറുപേരാണിത് കന്യാദാനം, കന്യാദാനം. അച്ഛാ, എന്താ മോളെ?
മോളിവിടെ ഇരിക്കേ. ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞത് ദയോടുള്ള ദേഷ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടോ അല്ല അച്ഛ. ഞാൻ ഇപ്പോഴും ഇവിടെ വന്ന് നിന്ന രഘുവേട്ടൻ എന്നും ഇങ്ങനെ ഉഴപ്പി നടക്കുകയുള്ളൂ അച്ഛ. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി ഇപ്പോഴും ഒരു കാര്യബോധം രഘുവേട്ടന് വന്നിട്ടില്ല. മൂക്കറ്റം വരെ കടത്തി കുളിച്ച് നിൽക്കുക. കടക്കാര് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയാലും രഘുവേട്ടൻ ഒരു കൂസലും ഇല്ല. ഉണ്ടെങ്കിൽ ഓണം, ഇല്ലെങ്കിൽ പട്ടിണി. ഇങ്ങനെ പോയാ മതിയോ അച്ഛ? രഘുവേട്ടൻ ഇനി ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണമെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമെന്നും എന്റെ അച്ഛൻ തന്നെ നോക്കിക്കോളൊന്നും തോന്നിയാ രഘുവേട്ടൻ ഇങ്ങനെ ഉഴപ്പി നടക്കുകയുള്ളൂ അച്ഛ. മോളെ, ഞാൻ രഘുവേട്ടനെ മാറ്റിയെടുക്കാൻ തന്നെ തീരുമാനിച്ചച്ച. ഇല്ലെങ്കിൽ എന്റെ പ്രസവ ചെലവ് പോലും അച്ഛന്റെ തലയിലാവും. ആ രഘു വന്നും തോന്നുന്നു. ആ രഘുവേട്ടൻ്റെ അച്ഛാ. തൽക്കാലം നീ അവനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട മോളെ. ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വീട്ടിലേക്ക് വെക്കാം കേട്ടോ. ശരി അച്ഛൻ. ആ ഫുഡ് റെഡി. പിടിച്ചോ. മഞ്ചാടി മോക്ക് ഫേവറേറ്റ് ചിക്കൻ ചില്ലിയും പൊറോട്ടയും. ഹായ്, അടിപൊളി. പെട്ടെന്ന് വിളമ്പി ചേച്ചി, നമുക്ക് കഴിക്കാം. ഓടി കൊതിച്ചി, കുറച്ച് കഴിയട്ടെ. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വിളിക്കാം. അമ്മാവൻ നോൺ വെജ് കഴിക്കത്തില്ലല്ലോ. ഇല്ല. നല്ല വെജിറ്റബിൾ കുറുമ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ എനിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു രഘു. അതെങ്ങനെയാ? ആ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പോഴാ ഓർത്തത്. എന്താ അമ്മാവ? അമ്മയുടെ തറവാട്ടിൽ ഒരു ക്ഷേത്രമില്ലേ? അതെ, കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം അല്ലേ അച്ഛ? ആ അതെ, അവിടെ ഒന്ന് പോണം. കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോ കുടുംബക്ഷേത്രത്തിൽ എല്ലാ അംഗങ്ങളും കൂടി ഒരുമിച്ച് പോയി വിളക്ക് കത്തിച്ച് മണി കെട്ടി കാണിക്കയിടണമെന്ന വിശ്വാസം. അമ്മ വഴി നിങ്ങളും ആ തായ്വഴിയിൽ പെടും. ആ ചടങ്ങ് എത്രയും വേഗം നടത്തണം. അതിനെന്താ അമ്മാവ, നാളെ തന്നെ വേണേൽ നമുക്ക് പോവാലോ. അതെങ്ങനെയാ? അനു ഇന്ദ്രനും വരണ്ടേ? അവരുടെ സൗകര്യം കൂടി നോക്കണം. ഞാൻ ചേച്ചി ഇപ്പൊ തന്നെ വിളിച്ച് പറയട്ടെ അച്ഛാ. ഈ വിശേഷം അറിഞ്ഞ അനുചേച്ചി തുള്ളിച്ചാടും. നീ വിളിക്കും മഞ്ചാടി. വരട്ടെ, നിക്ക്. തറവാട്ട് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി അവരെ അവരുടെ വീട്ടിൽ ചെന്ന് തന്നെ ക്ഷണിക്കണം. അല്ലെങ്കിൽ സുശീലയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. നാളെ തന്നെ ഞാൻ അവിടെ പോയി ക്ഷണിക്കാം. അമ്പിളിയുടെ വിശേഷവും അപ്പ അവര് അറിഞ്ഞാ മതി. അതല്ലേ മോളെ നല്ലത്? അത് മതി അച്ഛ. ആയിക്കോട്ടെ. എന്തായാലും നോക്കുന്നേ. ഇവിടെ ബാം വെച്ചിരുന്നു. ആ കെട്ടി. ബാം എന്തിനാ? തലവനുണ്ടോ? ബീച്ചിലൊക്കെ പോയതല്ലേ, പിന്നെ ബൈക്കിലും കുറെ ഓടി. ഇത് പരട്ടിയാ മാറും. ഇങ്ങതാ, ഞാൻ പുരട്ടി. ഏ സാരമില്ല, ഞാൻ പുരട്ടിക്കോളാം. ഇങ്ങതാ, ഞാൻ പുരട്ടി തരാം. ഇല്ല വേണ്ട, എന്ന് ഞാൻ പുരട്ടിക്കോളാം. ഈ തരാനല്ലേ പറഞ്ഞ? വേണ്ട വേണ്ട എന്തിട്ടാ? ഞാൻ പുരട്ടി തന്ന എന്താ കുഴപ്പം? ഇതാണോ കളിക്കല്ലേ? നീ വാ. വാ. വേണ്ട വരാനല്ലേ പറഞ്ഞു? പറയുന്ന കേക്ക്. ഇതൊക്കെ അവനവും പുരട്ടിയ വേണ്ടത്ര എഫക്ട് ചെയ്യില്ല. സ്നേഹമുള്ള ആരെങ്കിലും പുരട്ടി തരണം കേട്ടോ. ഇപ്പൊ തന്നെ തലവനെ കുറഞ്ഞു കാണുമല്ലോ. നല്ല കുറവുണ്ട്. ആ എടുത്തി ആകെ നാണക്കേടായി. എന്താന്ന് ചോദിക്കുന്നേട്ടാ? എന്താ സത്യ? ഒന്നുമില്ല, ഞാൻ കഴിച്ചിട്ടാ വന്നെന്ന് ഏട്ടത്തിയോട് പറയാൻ വേണ്ടി വന്നതാ. ആ അത് ഞാൻ പറഞ്ഞോളാം. ശരി ഏട്ടാ.
ഫ്രണ്ടിലെ ഡോറ് ലോക്ക് ചെയ്യാൻ പറ. സത്യ, ഫ്രണ്ടിലെ ഡോറൊന്ന് ലോക്ക് ചെയ്തേക്കണേ. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. ആ അതൊക്കെ ഞാൻ ചെയ്തോളാം ഏട്ടാ. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. മതി ചിരിച്ചത്. വാതിലൊക്കെ തുറന്നു വെച്ച് അവരെന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാനാ? ഞാൻ എന്റെ ഭാര്യയുടെ നെറ്റില് ബാമ്പ് ഉരട്ടി തന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണോ ബാമ്പ് ഉരട്ടുന്നത്? കുറുമ്പത്തിരി കൂടുന്നുണ്ട്. അതെ, ഒരു സ്വകാര്യം പറയട്ടെ. നമുക്കൊരു കുട്ടിക്കുറുമ്പനെ വേണ്ടേ? ഒരാള് മതിയോ? 2 ആള് വേണം. ആദ്യത്തെ ആള് എന്നെ പോലെയും രണ്ടാമത്തെ ആള് നിന്നെ പോലെയും. എന്താ? എന്താ സത്യ? അത് ശരി. എന്നെ പറ്റിച്ചതല്ലേ? പതുക്കെ സൂക്ഷിച്ചു. എന്റെ രഘുവേട്ടാ, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനെങ്ങനെ പിടിച്ചു നടത്തുന്നേ? നിനക്കൊരു ശ്രദ്ധയില്ലാത്തതാ. ആദ്യത്തെ 3 മാസം വളരെ സൂക്ഷിക്കണമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. രഘുവേട്ടൻ വീട്ടുജോലിയും ചെയ്ത് ഇവിടെ ഇരുന്നാ ചെലവിന് ആര് കൊണ്ടുവന്ന് തരും? അതല്ല എന്റെ ഉത്തരവാദിത്വം, ഞാൻ ചെയ്തോളാം. നീ എന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ എങ്ങ് പ്രസവിച്ചു തന്നാൽ മാത്രം മതി. രഘുവേട്ടന് ആൺകുഞ്ഞാണോ ആദ്യം വേണ്ടത്, പെൺകുഞ്ഞാണോ? എനിക്ക് പെൺകുഞ്ഞിനെ മതി. ആൺകൊച്ചാവുമ്പോ എന്നെ പോലെ ആയിപ്പോവും. അപ്പോ രഘുവേട്ടനൊരു കുഴപ്പക്കാരനാണെന്ന് രഘുവേട്ടന് തന്നെ അറിയാല്ലേ? അതെ, സത്യം പറഞ്ഞ എന്റെ ഈ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നമുക്കൊരു മോള് മതി. അപ്പോ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വരും. അങ്ങനെ ഞാനും നന്നാവും, നമ്മുടെ കുടുംബവും നന്നാവും. ഈ രഘുവേട്ടന്റെ ഒരു കാര്യം. എന്നാലേ എനിക്കിഷ്ടം രഘുവേട്ടനെ പോലൊരു വില്ലൻ മോനെയാ. വലുതാവുമ്പോ ഇതുപോലെ മീശ പിരിച്ച് നടക്കുന്ന നിഷേധിയും. അനു, ഗുഡ് മോർണിംഗ്. അയ്യോ, നേരെ ഒരുപാടായോ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പതുക്കെ എഴുന്നേറ്റാ മതി. ദാ ചായ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ ഉണ്ടാക്കുന്ന അത്ര കേമൊന്നും ആവില്ലെങ്കിലും തീരെ മോശമാവാൻ സാധ്യതയില്ല. അയ്യോ അതല്ല, ഇന്ദ്രേട്ടനെ എനിക്ക് സോറി, ബോധം കെട്ട് ഉറങ്ങിപ്പോയി. എന്നെ വിളിച്ചൂടായിരുന്നോ? എന്തിന്? എല്ലാ ദിവസവും നീയല്ലേ എന്നെ വിളിച്ചുണർത്തി ചായ തരുന്നത്. ഇന്നൊരു ദിവസം നീ എന്റെ കൈ കൊണ്ട് കുടിക്ക്. വാങ്ങിക്ക.
ഇനി കുടിച്ചിട്ട് അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? സൂപ്പർ. ആ, താങ്ക് യു. കിച്ചണിലെ ബാക്കി പരിപാടികൾ കൂടി ഒന്ന് പഠിക്കണം. അതിനുവേണ്ടി ഇന്ന് മുഴുവൻ ഞാൻ തന്റെ കൂടെയാ. അപ്പൊ ഇന്ന് ജോലിക്ക് പോണ്ടേ? അമ്മ ടൂർ കഴിഞ്ഞ് വരുന്നത് വരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മൾ ഒരുമിച്ച. എന്താ? ആ, അവൻ നല്ല പയ്യനാ. സദാശിവൻ അവനെ കണ്ടിട്ടുണ്ടോ? ആ, ആണല്ലേ? ആ, അതെ. അവന്റെ പേര് സത്യജിത്ത്. ഞാനിപ്പോ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചു വച്ചേക്കാം. അപ്പൊ ശരി, ഞാൻ നാളെ സദാശിവനെ വിളിക്കാം. കോൺട്രാക്ടർ സദാശിവന് അയാളുടെ മകൾക്ക് വേണ്ടി നമ്മുടെ ഇന്ദ്രന്റെ അനുജൻ സത്യജിത്തിനെ ഒന്ന് ആലോചിക്കാമോ എന്ന്. അയ്യോ അച്ഛാ, ആവശ്യമില്ലാത്തിലൊന്നും ഇടപെടല്ലേ. കോൺട്രാക്ടറുടെ മകള് രേഷ്മയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല പുറത്ത്. ഈ രേഷ്മയ്ക്ക് കോളേജിൽ പഠിക്കുമ്പോ ഒരു ലവ് ഉണ്ടായിരുന്നു. അതിനെന്താ? ഒന്നുമില്ലെങ്കിലും അവളുടെ അച്ഛന്റെ കയ്യില് പൂത്ത കാശില്ലേ. സത്യജിത്തിനാണെങ്കി ജോലി പോലും ഇല്ല. പണമുള്ള വീട്ടിലാണെന്ന് പറഞ്ഞു കേട്ടാ സത്യജിത്തിന്റെ അമ്മ എന്തായാലും ചാടി വീഴും. അച്ഛനത് ആലോചിച്ചോ? ആ, മതി മതി. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ശണ്ട കൂടണ്ട. ഇങ്ങനൊരു ആലോചന വന്നു എന്ന് പറയാം. ബാക്കിയൊക്കെ അവര് തീരുമാനിച്ചോട്ടെ. ഇന്ദ്രനും മനുവും ഇന്ന് തന്നെ എന്റെ കൂടെ വരാൻ തയ്യാറായാൽ നാളെ ആയിരിക്കും തറവാട്ട് ക്ഷേത്രത്തിലേക്കുള്ള നമ്മുടെ യാത്ര. അത്യാവശ്യം വേണ്ട ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തി വെച്ചോളൂ. ആ, എങ്കിൽ ശരി, അച്ഛൻ പോയിട്ട് വരാം മക്കളെ. നിനക്കെന്താ സത്യജിത്തിന്റെ തലയിൽ രേഷ്മ കെട്ടിവെക്കാൻ ഇത്ര തിടുക്കം? അവള് പ്രേമിക്കുക മാത്രമല്ല, ഒളിച്ചോടുകയും ചെയ്തിട്ടുണ്ട്. അതിന് ചീർച്ചേച്ചിക്ക് എന്താ? ഒളിച്ചോടി പോയവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ലേ? ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ നീ എന്തിനാ അത് ഇല്ലാതാക്കുന്നെ? അങ്ങനെ ഇപ്പോ സത്യജിത്തിനെ ചതിച്ചിട്ട് ഒരുത്തേം ജീവിക്കണ്ട. അതൊരു നല്ല മനുഷ്യനാ. മനസ്സിലായി. എന്തു മനസ്സിലായി? നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ നല്ല മിടുക്കാണെന്ന്. അപ്പം സെലക്ട് ചെയ്തു അല്ലേ? ഒന്ന് പോടി. അനു, ഞാൻ കൂടെ സഹായിക്കാം. ഏയ്, ഇതെന്ത് സഹായിക്കാനാ? ഞാൻ ചെയ്തോളാം. അങ്ങനെയല്ലല്ലോ. ഇന്നത്തെ ദിവസം നിന്റെ കൂടെ എല്ലാ ജോലിയും സഹായിക്കുന്ന ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ തുണിയലക്കുമ്പോ കണ്ടില്ലല്ലോ. അത് അലക്ക് നമുക്ക് താമസിയാതെ ഒഴിവാക്കാം. നമുക്കൊരു വാഷിംഗ് മെഷീൻ മേടിക്കാം. എന്താ? നീ എടുത്തു തന്നാ മതി, ഞാൻ വിരിക്കാം. ഒരിക്കൽ സഹായിച്ചില്ലേ, അത് മതി. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാന്? സ്ത്രീയും പുരുഷനും ഇപ്പൊ തുല്യരാണെന്നല്ലേ പറയുന്നേ. പ്രസവം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജോലികളും പുരുഷന്മാരും ഭാവിയിൽ ചെയ്യേണ്ടി വരും. അപ്പോ ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ? ജീവിതകാലം മുഴുവൻ ഇന്ദ്രേട്ടന്റെ ഭാര്യ ഞാൻ തന്നെയാണെങ്കിൽ ആ പേടി ഇന്ദ്രേട്ടന് വേണ്ട. ബാക്കി വെച്ചോളൂ. നീ അല്ലാതെ എന്റെ ജീവിതത്തില് മറ്റൊരു പെണ്ണുണ്ടാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, എന്തായി കാണിക്കുന്നേ? വിട് ഇന്ദ്രേട്ടാ, ആരെങ്കിലും കാണും. അയ്യോ അച്ഛൻ. അച്ഛാ, എന്താ മോളെ ഇത്? ഇന്ദ്രനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാമോ? ഞാൻ ചെയ്യിക്കുന്ന ഒന്നല്ല അച്ഛാ. ഇന്ദ്രേട്ടന് ഓരോ സമയത്ത് ഓരോ തോന്നല. കേട്ടില്ലേ, ഇന്ദ്രേട്ടനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നെന്ന് പറഞ്ഞ അച്ഛനെന്നെ കുറ്റപ്പെടുത്തിയത്. എപ്പോഴും അനുതനുസരിച്ചല്ലേ ഇതല്ലേ ചെയ്യുന്നേ. സമയമുള്ളപ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ച. അച്ഛൻ വരൂ, അകത്തേക്ക്.
അമ്മയൊക്കെ എവിടെ ഇന്ദിര? ആരെയും കാണുന്നില്ലല്ലോ. അമ്മയും സോനയും ഭാനുമ്മയും കൂടി മൂകാംബിക പോയിരിക്കാ അച്ഛാ. ഓഹോ, ശരിയാണല്ലോ. ചിലങ്ക വന്ന് പറഞ്ഞത് ഞാനങ്ങ് മറന്നുപോയി. അവര് എപ്പോ തിരിച്ചെത്തും ഇന്ദിര? 2 ദിവസം കഴിയുവച്ചാ. വേറെ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. ആ, ഇറങ്ങുമ്പോ എല്ലാവരും ഇവിടെ കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. സാരമില്ല. ഇതാ മോനെ, കുറച്ച് സ്വീറ്റ്സാ. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അമ്പിളിമോള് ഗർഭിണിയാണ്. എനിക്കിപ്പൊ തന്നെ ചേച്ചിയെ കാണാൻ തോന്നച്ചാ. നമുക്കൊന്ന് പോയാലേ ഇന്ദ്രേട്ടാ? പിന്നെന്താ, പോവാം. അനു, അച്ഛന് ചായ ഉണ്ടാക്കി കൊടുക്ക. ഞാൻ പോയി അപ്പോഴേക്കൊന്ന് കുടിച്ചിട്ട് വരാം. ശരി ശരി. ചേച്ചിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അച്ഛാ? ഹേയ്, ഒരു കുഴപ്പമില്ല. എല്ലാവരെയും ഈ വിവരം ഒരുമിച്ച് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ തന്നെ മോളെ വിളിച്ചു പറയാതിരുന്നു. പിന്നെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാന്ന് എനിക്കറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ അമ്പിളി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കിവിടെ വന്ന് നിന്നെയും ഇന്ദ്രനെയും കണ്ടപ്പോ തോന്നിയതാണ് മോളെ. ഞാൻ കാണുന്നതൊന്നും സ്വപ്നമല്ലല്ലോ മോളെ. ഇല്ലച്ചാ, ഇന്ദ്രേട്ടനിപ്പോ പുതിയ ആളാ. സന്തോഷായി മോളെ. സത്യം പറഞ്ഞാ അച്ഛന് ഉറക്കം വരാറില്ലായിരുന്നു നിന്നെ ഓർത്തിട്ട്. മുൻകോപിയായ ഒരുത്തന്റെ കയ്യിലാണല്ലോ എന്റെ പൊന്നു മോളെ ഏൽപ്പിച്ചതെന്ന് ഓർത്തിട്ട്.